പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാൻ 2 ക്യാരറ്റും കുറച്ച് ബീൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കാം. 2 സവാള ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം കൂടെ വേണം. ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഗ്രീൻ പീസ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്താനിട്ടതാണ്. ഞാനിത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അല്പം സ്പ്രിംഗ് ഓണിയൻ വേണം. നമുക്ക് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിത് വറുത്തെടുക്കാം. ഞാൻ 6 ഗ്ലാസ് അരി അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇത് 200 ml ഗ്ലാസ്സാണ്. നമുക്ക് ഈ അരി കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് വയ്ക്കാം. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരി വേവാൻ ആവശ്യമായ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ച് ചോറ് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ്. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇത്രയും നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണമായിട്ട് മുറിക്കണ്ട. നമുക്ക് അരി തിളച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് കളയാനുള്ളതാണ്. ഇനി കുറച്ച് മിൻറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുതിർത്തി അരി ഇട്ട് കൊടുക്കാം. അരി 8 മുതൽ 10 മിനിറ്റിനകം റെഡിയാവുന്നതാണ്. നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴയാൻ നിൽക്കാതെ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് ഈ ചോറിലെ വെള്ളം കളയാം. ഒപ്പം ആ മിൻറ്റും മല്ലിയിലയും കൂടി ഇതിൽ നിന്ന് മാറ്റാം. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി ബീൻസും ക്യാരറ്റും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഹോം മെയ്ഡാണ്, കുറച്ചിട്ടാൽ മതിയാവും. വറുത്ത ചിക്കൻ ചെറുതായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമുക്ക് ഈ റൈസിലേക്ക് കുക്ക് ചെയ്ത വെജിറ്റബിൾസും ചിക്കനും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.